എല്ലാവർക്കും അമ്മൂസ് അവിയലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കോവയ്ക്ക മെഴുക്ക് പറ്റിയാണ് ഉണ്ടാക്കി തരുന്നത്. സാധാരണ ഞാൻ കോവയ്ക്ക മെഴുക്ക് പറ്റി ഉണ്ടാക്കുമ്പോൾ നല്ല പോലെ വെളിച്ചെണ്ണ ഉപയോഗിക്കും. ഇപ്രാവശ്യം ഞാൻ അത് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. അപ്പോൾ കോവയ്ക്കൊക്കെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഉള്ളി കനം കുറച്ച് അരിയുക നീളത്തിൽ. അപ്പോൾ കോവയ്ക്കയുടെ ഗുണഗണങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. കോവയ്ക്കയുടെ ഗുണഗണങ്ങളും അത് കോവയ്ക്ക ഉണ്ടായതിൻ്റെ ഐതിഹ്യവും എല്ലാം ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ അതിലത്തെ വെള്ളം മുഴുവൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒപ്പിയെടുക്കുക. നീര് മുഴുവൻ ഒപ്പിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം അല്ലികൾ അടർത്തി ഇങ്ങനെ ഇടുക. എല്ലാ അല്ലികളും അടർത്തി വരുന്ന വിധത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കുക. അതിനുശേഷം നമുക്കത് ഓയിലൊന്നുമില്ലാതെ ഫ്രൈ ചെയ്തെടുക്കാം. അതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കണമെന്ന് കണ്ടോളൂ. അപ്പോൾ അതിനിടയിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും തരാനൊന്നും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട, ഓൾന്ന് അടിച്ചിട്ട്. അപ്പോഴേ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാ വീഡിയോസും കാണാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനം. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ തരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്കും കമൻറ്റൊക്കെ ഇട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കോവയ്ക്ക മെഴുക്ക് പറ്റി ഉണ്ടാക്കാം. ഇത് ചോറിനേക്കാളും ടേസ്റ്റ് ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ. ഹോട്ടലിൻ്റെ കൂടെ ചപ്പാത്തിയും കുബൂസൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചോറിൻ്റെ കൂടെയും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനേക്കാളും ഞങ്ങൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ചപ്പാത്തിക്കാണ്. പ്രകൃതിദത്തമായ ഇൻസുലിൻ എന്നാണ് കോവയ്ക്ക അറിയപ്പെടുന്നത്. അപ്പോൾ പ്രമേഹ രോഗികൾക്കൊക്കെ ഇത് വളരെ നല്ല ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം. എന്നിട്ട് വിവരം എന്നെ അറിയിക്കണം. അപ്പോൾ ഇത് വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട്. ഉള്ളിലത്തെ വെള്ളം മാക്സിമം ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടൊരു കട്ടിയുള്ള തവ ചീഞ്ചട്ടി അല്ലെങ്കിൽ ഫ്രൈങ് പാൻ നമ്മൾ അടുപ്പത്ത് വയ്ക്കുകയാണ്. അത് നല്ല ചൂടായിട്ട് വരുമ്പോൾ കുറേശ്ശെ ഉള്ളി അരിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നല്ല ചുവക്ക വറുത്തെടുക്കുക. കണ്ടില്ലേ, നല്ല ക്രിസ്പിയായിട്ട് കിട്ടും. എണ്ണയൊന്നും വേണ്ട. വേണമെങ്കിൽ തുള്ളി എണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത പോലെ ഒഴിച്ചെടുക്കാം, അല്ലാതെ എണ്ണ ഒഴിക്കേണ്ട. ഇത് നല്ല കട്ടിയുള്ള പാത്രമായിരിക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഈ കോവയ്ക്കല്ല, ഈ ഉള്ളി മുഴുവൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ ചുവക്കെ ഫ്രൈ ചെയ്തെടുക്കുക. വളരെ വളരെ ടേസ്റ്റിയായൊരു വിഭവമാണ്. സാധാരണ ഞാൻ ഉള്ളി നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കാറുള്ളത്. ഇതിപ്പോൾ തീരെ എണ്ണയില്ലാതെയാണ് ഞാൻ വഴറ്റുന്നത്. ഇപ്പോൾ ഇതേപോലെ നിങ്ങളുണ്ടാക്കിയെടുത്താൽ നമുക്ക് ഓയിലിൻ്റെ ഉപയോഗം കുറയ്ക്കാം. ഞാൻ പിന്നെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ മുളക് വേണമെങ്കിൽ നമ്മൾ ഉണക്കമുളക് വറുത്തെടുത്ത് കുത്തിപ്പൊടിക്കാം. അല്ലെങ്കിൽ ആ എണ്ണയിൽ ഇത് ആവശ്യത്തിനുള്ള മുളക് ഫ്ലേക്സ്, ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് അതിലേക്ക് കോവയ്ക്ക തട്ടി കൊടുക്കാം. മുളക് കുത്തിപ്പൊടിക്കുക വെച്ചാൽ അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ മുളക് നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം മുളകും കറിവേപ്പിലയും കൂടി വറുത്താൽ മതി. എന്നിട്ട് അത് ഉള്ളിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഈ കോവയ്ക്കയുടെ കൂടെ ചേർക്കുക. അങ്ങനെ രണ്ട് തരത്തിലും ചെയ്യാം കേട്ടോ. കോവയ്ക്ക് ഇനി വെള്ളം വലിയണ വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉള്ളി ഫ്രൈ ചെയ്തിട്ട് നല്ല എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് ആ എണ്ണയിലിട്ടിട്ട് കോവയ്ക്ക വഴറ്റാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ ഉള്ളി എണ്ണയില്ലാതെ ഫ്രൈ ചെയ്തത്. അത് നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതാ കളറൊക്കെ മാറി തുടങ്ങി.
ഇത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. കോവക്ക ഫ്രൈ വളരെ ടേസ്റ്റാണ്. കളറൊക്കെ മാറി. അപ്പോൾ ഞാൻ ഒരു ലേശം എടുത്ത് ഇവിടുത്തെ ഫുഡ് ടേസ്റ്റർക്ക് കൊടുക്കാൻ പോവാണ്. നല്ലപോലെ ഡ്രൈ ആയാലേ മൂപ്പര് ടേസ്റ്റ് കുറയുള്ളൂ. അപ്പോൾ അത് ഒന്നും കൂടി ഡ്രൈ ആക്കണം. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയത് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് ടേസ്റ്റർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ലേശം പാത്രം മാറ്റുകയാണ്. അപ്പോൾ ഫുഡ് ടേസ്റ്റർ ഓക്കെ പറഞ്ഞു. ഒന്നും കൂടിയും ഡ്രൈ ആക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഒന്നും കൂടിയും ഡ്രൈ ആക്കണു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി എന്നോട് അഭിപ്രായം പറയണം. എല്ലാവർക്കും സുഖവും സമാധാനവും നേർന്നുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് മുമ്പിലെത്താമെന്ന പ്രതീക്ഷയോടെ സസ്നേഹം നിങ്ങളുടെ PM കോങ്ങാട്ടിൽ അമ്മു.